നമസ്കാരം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫാമിലിയാണ്. ഒരു പ്രത്യേകതയുണ്ട്. ഒരു 6-7 മാസം മുന്നേ വരെ ഞങ്ങൾ ഫോണിലൂടെയാണ് സംസാരിച്ചിരുന്നത്. ഇവരെന്നെ പറ്റി ഒരു ഇൻഫർമേഷൻ എടുത്തത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവർ എരമംഗലത്താണ്. റൌഫ്, സഫന, രണ്ടാൾക്കും ഒരേ അസുഖമായിട്ട് ഇതേപോലെ MRI എടുത്ത് വരുന്നവരെ ഞാൻ അപൂർവമായിട്ട് കാണാറ്. ഒന്നെങ്കിൽ ആദ്യം ഹസ്ബൻഡ് വരും, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വൈഫ് വരിക. അല്ലെങ്കിൽ സാധാരണ വൈഫിനെ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണുള്ള പ്രാധാന്യം എന്നുള്ള പോലെ അതിനെയാണ് ഇവിടെ കാണിക്കുക. പക്ഷേ രണ്ടുപേരും ഒരേ സംഭവമായിട്ട് വരുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലിനെ പരിചയപ്പെടും. എന്തായാലും നമുക്ക് പരിചയപ്പെടാം. റൌഫ്, 2 വാക്ക്. എൻ്റെ പേര് റൌഫ്, ഇത് വൈഫ് സഫ്ന. ഞങ്ങൾ എരമംഗലത്താണ് ഞങ്ങളുടെ സ്ഥലം. ഞാനൊരു 6-7 മാസം മുന്നേ ഗൂഗിൾ വഴിയാണ് ഞാൻ സാറിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്തറിഞ്ഞത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു. വൈഫാണ് ഫസ്റ്റ് സാറിൻ്റെ അടുത്ത് ചെന്നത്. എന്നിട്ട് വൈഫിനെ എൻ്റെ MRI എല്ലാം കാണിച്ചു. അപ്പോൾ സാറിന് പിന്നെ ഫോണിലൂടെ ആ സ്പോട്ടിൽ തന്നെ ബന്ധപ്പെടുണ്ടായി. അപ്പോൾ സാറ് മെഡിസിൻ അപ്പോൾ തന്നെ കുറിച്ച് കൊടുത്തു. ഒരു 3 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഗൾഫിൽ കിട്ടുകയും ചെയ്തു. ഫസ്റ്റ് എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം ആ മെഡിസിൻ കഴിച്ചു തുടങ്ങി 3ാമത്തെ ദിവസം തന്നെ എൻ്റെ ഈ പെരടിയിലത്തെ ഡിസ്കിൻ്റെ പ്രശ്നത്തിന് എനിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടായി. പിന്നെ ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്യാറുണ്ട്. പിന്നെ കുറേ നേരം സിസ്റ്റത്തിന് മുന്നിലുള്ള ജോലിയാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം എനിക്കുണ്ടായി. അപ്പോൾ പിന്നെ സാറിനായിട്ട് വീണ്ടും സംസാരിച്ചപ്പോഴാണ് 6 മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇപ്പോൾ വമനത്തിന് വന്നതാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു 7 ദിവസം പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് 2 പേരും എടുത്തു. ഒരുപാട് മാറ്റമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ചെറിയ മാറ്റം എന്നല്ല, എനിക്ക് എൻ്റെ പഴയ ഒരു സ്റ്റേജിലേക്ക്, മീൻസ് ഒരു 3 ഇയേഴ്സ് മുന്നാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ തിരിച്ചെത്തി എന്നുള്ളതാണ് എനിക്കിപ്പോൾ വളരെ സന്തോഷമായിട്ട് പറയാനുള്ളൊരു കാര്യം. എന്താ സഫ്നജിയുടെ അഭിപ്രായം? എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്? ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങി. ഗുളികകളൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ടായി. കാലുവേദന, നടുവേദനയായിരുന്നു പ്രശ്നം. നല്ല മാറ്റമാണ് കണ്ടു. ഗുളികയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഒരാഴ്ച ആകുമ്പോഴേക്കും നല്ല കുറവ് തോന്നി. ഹസ്ബൻഡിന് നല്ല കുറവായി. പിന്നെ ഇവിടെ അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് ലീവിൽ വന്നപ്പോൾ ഒഴിവുള്ള ദിവസം നോക്കിയിട്ടാണ് വന്ന് ഇവിടെ ഇത് ചെയ്തപ്പോൾ തന്നെ നല്ല കുറവുണ്ട്. കാലുവേദനയൊക്കെ നന്നായിട്ട് മാറി. വെയിറ്റ് കുറച്ച് കുറഞ്ഞു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അതിൽ കുറവ് കിട്ടി. നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തേക്ക് മറ്റേതൊരു ഇങ്ങനെ ഇരുന്നോട്ട് അങ്ങനെ ഒരു പ്രകൃതി, ഒരു ഉന്മേഷം ഉണ്ട് എല്ലാത്തിനും. സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ഈ വാക്ക് അറിയുന്ന എല്ലാ ഡോക്ടേഴ്സിനും അറിയാം. അത് എളുപ്പമല്ല അത് മാറാനും കുറയാനും. അതടക്കം എങ്ങനെയോ അത് ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഗിഫ്റ്റാണ്. ഈ നമ്മൾ ഡോക്ടർ എത്ര കഴിവുള്ള ആളായാലും കൈപ്പുണ്യം ഉണ്ടെങ്കിലും അതൊക്കെ ഒരു ഫാക്ടറാണെങ്കിലും ഈ സാധനം എടുക്കുക, അല്ലെങ്കിൽ ഈ സ്പോണ്ടൈലോ ലിസ്തസിസ്, സ്പൈന ബൈഫിഡ അങ്ങനെയുള്ള വെറൈറ്റി കേസുകളൊക്കെ ഉണ്ട്. അതിന് ഈ പഞ്ചകർമ്മ ചികിത്സ വളരെ എഫക്റ്റീവാണെന്നാണ്. അതും നമ്മൾ ഇവിടെ ഒരു പാരമ്പര്യ ഒരു കുടുംബമാണ്. ഇവരുടെ 90 വർഷമായിട്ട് ഇവിടെ ആയുർവേദ ചികിത്സകളൊക്കെ നടക്കുന്ന ഒരു കുടുംബത്തിൽ അവരുടെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് തന്നെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. അവരുടെ കുറേ സീക്രട്ടായിട്ടുള്ള കുറേ മെഡിസിൻസും എനിക്കവർ പറഞ്ഞു തന്നു. കാരണം ആ തലമുറ ഇനി മുന്നോട്ട് അത് പാരമ്പര്യ വൈദ്യന്മാരായതുകൊണ്ടും അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ടാണ് നമ്മളെ പുതിയ ജനറേഷനിലുള്ള ഡോക്ടർമാർ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ അവരാ സീക്രട്ട് നമുക്ക് പറഞ്ഞു തന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയും കൂടി എഫക്റ്റ് ആയിരിക്കണം ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഫലത്തിൽ. 7 ദിവസത്തെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന ഒരു 80% ആളുകൾക്ക് മാറ്റമുണ്ട്. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് അത് അധികം ആയുർവേദ ഡോക്ടേഴ്സ് അധികം സ്പെസിഫൈ ചെയ്ത് പറയാറില്ല. ആളുകൾ കണ്ടറിഞ്ഞ് വരുന്ന പ്രതീക്ഷയിൽ ഇവർ മിണ്ടാതെ പോവും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെഡിസിനിലുള്ള ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടായിരിക്കണം ആയുർവേദ ഡോക്ടേഴ്സ് അധികം ഫോളോ അപ്പിന് പ്രാധാന്യം കൊടുക്കാറില്ല. അതേപോലെ തന്നെ ഈ മെഡിസിൻ എപ്പോഴും റിസർച്ച് ചെയ്യണ പോലെ പഴയ വിട്ടുപോയ പാരമ്പര്യ മെഡിസിൻസോ അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യമില്ല. എല്ലാവരും ഒരു BAMS ഡിഗ്രി എടുത്തു. ആ ഡിഗ്രിയുടെ ബേസിൽ അതാണ് ലോകം. ഞങ്ങൾ പറയുന്ന, ഞങ്ങളുടെ സംഘടന പറയുന്ന ട്രീറ്റ്മെൻറ്റുകൾ അത് അങ്ങനെ പോവുകയാണ്. പക്ഷെ ഞാൻ വേറെ രീതിയിൽ ചിന്തിച്ചു, പഴയ കാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായം എവിടെയെങ്കിലും പുതിയ കാലഘട്ടത്തിലേക്ക് വിട്ടുപോയിട്ടുണ്ടോ? അത് കൂട്ടിയിണക്കിയത് കൊണ്ടാണ് ഈ 7 ദിവസം കൊണ്ടും ഈ വമനം, ഛർദ്ദിപ്പിക്കലും ഇങ്ങനെയുള്ള ഒരു ഏകദേശം
21 ദിവസത്തെ ചികിത്സ അതിൽ 7 ദിവസം മാത്രമേ ഇവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ചികിത്സ വീട്ടിൽ പോയിട്ട് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. അതും റെസ്റ്റൊക്കെ വളരെ കുറച്ചാണ്, 7 ദിവസം. ഞാൻ കേട്ടത് ഇപ്പോൾ ഇവർ നല്ല ഇരിക്കുന്ന സമയത്തും ഒരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ചവർക്കൊരു കുഴപ്പമില്ല. അത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ദൈവാധീന അനുഗ്രഹം ഇവർക്കുള്ളതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആയുർവേദത്തിൻ്റെ ഒരു ശക്തി അങ്ങനെയാണ്. 10,000-8,000 കൊല്ലം പഴക്കമുള്ളതാണ് ഈ ആയുർവേദം. ഒരിക്കലും ഒരു കോട്ടക്കൽ വൈദ്യരോ അല്ലെങ്കിൽ ഷിബി ഡോക്ടറോ അല്ലെങ്കിൽ ഒരു വൈദ്യരത്നോ മൂസോമാരോ ഉണ്ടാക്കിയതല്ലല്ലോ. ഇത്രയും വർഷം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതിൻ്റെ ഒരു ശക്തിയായിരിക്കുന്ന ആയുർവേദം ഒന്നും നിലനിൽക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ആ ഒരു ഐക്യവും അതുപോലെ ആയുർവേദത്തിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഈ രോഗം മാറിയത്. ഞങ്ങളൊരു 4 ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞിട്ട് ടോട്ടൽ 7 ദിവസം 10 ദിവസമാണ് റെസ്റ്റ് പറഞ്ഞത്. 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്തത്. അതും കുറച്ച് ലോങ് ആണ്, വയനാടായിരുന്നു. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും ഒരു ഇതൊന്നും സംഭവിച്ചില്ല. നമുക്കൊരു മനോധൈര്യം ഉണ്ട്, സാറിൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഇനിയും ഈ ആയുർവേദത്തിലോട്ട് വരാൻ പോകുന്നതോട് ആൾക്കാരോട് ഒരു കാര്യം പറയേണ്ടത്, ഈ അസുഖത്തിലുള്ള ആൾക്കാരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, മെയിനായിട്ട് നല്ല ഡോക്ടറെ സമീപിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ വിശ്വസിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടാതെ എന്നും സൂക്ഷിക്കുക. ഈ 3 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നല്ല ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൽ വിശ്വസിക്കുക എന്നുള്ളത്, അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കാണാം. ശരി.